ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. വേദക്കുട്ടൻ രാവിലെ തന്നെ കുളിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ബേബി ക്യൂടെക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊരു എന്താ എസ്തെറ്റിക് കളർ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവളുടെ മുടി തുമ്പ് വെട്ടാറായി എന്ന് പറയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന വള ഇതാണ് കേട്ടോ. ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വാങ്ങിയ വളയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. കമ്മൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ മാല ഒക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അതിൻ്റെ ഞാൻ റിവ്യൂ ഇടാം കേട്ടോ. പിന്നെ കുപ്പിവള എന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാരമാണ് ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുപ്പിവള. രണ്ട് കയ്യിൽ നിറച്ച് കുപ്പിവള ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. പക്ഷെ എൻ്റെ മകൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ സാരി കേട്ടോ. പിങ്കും അതുപോലെ തന്നെ ബ്ലൂവും നല്ല അടിപൊളി സാരിയാണ്. എൻ്റെ അപ്പുവേട്ടൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയ സാരിയാണ് കേട്ടോ. ഇത് ഒരുപാട് വർഷമായി. ഇന്ന് വരെ ഞാൻ പിന്നെ ഈ സാരി തൊട്ടിട്ടില്ല. അന്ന് എടുത്തതാണ്. പിന്നെ ആ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് സാരി എടുക്കുന്നത്. ഈ പ്രായത്തിലൊക്കെ നമ്മൾ സാരി എടുക്കുള്ളൂ. കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ സാരി ഒന്നും എടുക്കില്ല. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മണ്ഡപം. വെള്ളടിക്കുന്ന രാജപ്രസ്ഥം കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഞാൻ കുറി ഇടാനൊക്കെ മറന്നു കേട്ടോ. എപ്പോഴും ഞാൻ എന്തെങ്കിലും തിരക്ക് പിടിച്ചിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതാ പ്രിയമേമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ പ്രിയമേമ്മയൊന്നും കല്യാണത്തിന് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. പ്രിയമേമ്മ അമ്മയൊന്നും ഇല്ല പറഞ്ഞു. അപ്പോൾ ചന്ദ്രികേച്ചി ഉണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിലെ ആളെയും കൊണ്ട് ഞങ്ങൾ ഇതാ പോവുകയാണ് കേട്ടോ കല്യാണത്തിന്. അപ്പോൾ ഇതാ മണ്ഡപത്തിൽ എത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ചെക്കൻ്റെ അവിടെ റിസപ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കൂടുതൽ ചെക്കൻ്റെ പാർട്ടിയുടെ തിരക്ക് അവിടെ ആയിരിക്കുമല്ലോ, റിസപ്ഷനെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം അവളെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ ഡ്രിങ്ക് കുടിച്ചു. വേദുവിന് ഇഷ്ടമായില്ലേ പറഞ്ഞിട്ടോ. ഇതാണ് കല്യാണ ചെക്കനും പെണ്ണും, ശ്രീലക്ഷ്മി ആൻഡ് ശരത്ത്. എന്തായാലും അവർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ അവിടെ താലികെട്ടൊക്കെ കഴിഞ്ഞുകൊണ്ട് കേട്ടോ. അവർ അമ്പലത്തിൽ വെച്ചിട്ടൊക്കെ മാലിടുന്ന ചടങ്ങാണ്. ഇത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണമാണ് ഓർമ്മ വരിക. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ, കല്യാണം കഴിഞ്ഞവർക്ക്. അപ്പോൾ അതാ നല്ല ചൂടാണ് കേട്ടോ. മണ്ഡപത്തിലൊക്കെ ഇരിക്കുമ്പോഴും ഞങ്ങളിങ്ങനെ ഫുള്ള് വിയർത്ത് കുളിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാറ്റും കിട്ടണില്ല. തലേദിവസം മഴ പെയ്തുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. പിറ്റേ ദിവസം ഒടുക്കത്തെ ചൂടായിരുന്നേ. അപ്പോൾ ഇതാ ചെക്കനും പെണ്ണും വലം വെക്കുന്നുണ്ട്. അവരുടെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ അവർ മാറി നിന്ന് കുറച്ച് പേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ വീട്ടിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫസ്റ്റ് പന്തിയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്നാൽ വേഗം കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് പോകുന്ന ശേഷമാണ് കേട്ടോ തിരക്കൊക്കെ വന്നത്. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പോൾ പായസം പാലടയും അതുപോലെ പഴപ്രഥമനായിരുന്നു കേട്ടോ. അതിൽ ഞാൻ പാലട മാത്രമേ കുടിച്ചുള്ളൂ. കാരണം എനിക്ക് പഴത്തിൻ്റെയും പരിപ്പൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അവിടെ ഫോട്ടോസ് എടുക്കാൻ കുറേ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കും അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു പോയിക്കോളാം, കാത്തിക്കണ്ട പറഞ്ഞേ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.